കുറച്ച് ഡീസൽ വേണം പോലോ. നമ്മൾ ഒരുപാട് സഹായിച്ചു അല്ലേ? പേര് ഇതവിടെ ചേറി ഉണ്ടാക്കിയ ഏരിയയാണ്. ചുറ്റും മലനിര, ഒരു ലൈറ്റ് കാറ്റ്. നമ്മളുടെ വണ്ടി ഇതാ കാണുന്ന ഗ്രാമത്തിലാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ അല്ലേ അടിക്ക് നോക്കുമ്പോഴാണ് പേടിയാവണം നമുക്ക്. അതെ, കൊത്തി കൊത്തി ഉള്ളിക്കെടുത്ത് ഒരു വഴി ഉണ്ടാക്കിയേക്കുവാണ്. ഇതുവഴി അങ്ങനെ നമുക്കിവിടെ ഈ പക്ഷികൾ ഇത്രയും ഹൈറ്റിൽ പറക്കുമ്പോൾ അവരുടെ വ്യൂ എന്തായിരിക്കും അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഹായ് 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 ചെയ്യുമ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞങ്ങളുള്ളത് ഹരിഹർ ഫോർട്ട് കയറാൻ വേണ്ടിയിട്ട് ഞാനും കുക്കും വന്നേക്കുവാണ്. ഹരിഹർ ഫോർട്ട് കയറുന്നതിന് മുമ്പായിട്ടുള്ളൊരു ഗ്രാമമാണത്. എവിടെ വണ്ടി നിർത്തും, വണ്ടി നിർത്തിയിട്ട് ഒരുപാട് ദൂരത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറിലേക്ക് പോകുന്ന ഞങ്ങൾക്ക് പേടിയായിരുന്നു. അപ്പോഴെങ്കിൽ നമ്മുടെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സൗകര്യം തന്നേക്കുവാണ്. ഇത് മൂപ്പര വീടാണ്, അതുപോലെ തന്നെ ഇത്ര അമ്മയാണ് ഇത്ര അമ്മയാണത്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ട്. നമ്മുടെ വണ്ടി ഇത്രയും സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് നമ്മൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് മൈൻഡാണ് അവർ തന്നിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഹരിഹർ ഫോർട്ടിലേക്കാണ്, മേലേക്കാണ്. എന്താണ് അവസ്ഥ എന്നറിയില്ല. അതുവഴി അങ്ങനെ പോകണം, ഒരുപാട് ദൂരം പോകാനുണ്ട്. അതായത് ഏകദേശം 2-3 മണിക്കൂറോളം നമുക്ക് റണ്ണിങ് ഉണ്ട് എന്നുള്ളതാണ്. 2-3 മണിക്കൂർ നമുക്ക് റണ്ണിങ്, അതായത് ട്രക്കിംഗ് ഉണ്ട്. 2-3 മണിക്കൂർ നമുക്ക് ട്രക്കിംഗ് ആണ്. ട്രക്കിങ്ങിന് ഞങ്ങൾ തയ്യാറാണ്. ഷൂ ഒക്കെ വാങ്ങിയിട്ട് ആരും കുക്കും ഞങ്ങൾക്ക് ഷൂ ഒന്ന് കൊണ്ടുവരാൻ പോകരുത്. ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഷൂ ഒക്കെ ഇട്ട് സെറ്റ് ആകട്ടാ, എന്നിട്ട് കാണിച്ചു തരാം. നമ്മളുടെ വണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സേഫ്റ്റി ആക്കി വെച്ചാണ്. ഇതിങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ യാതൊരു പേടിയും പേടിക്കണ്ട. ഇവിടെ ഇത്രയും ആളുകളുടെ, ഇത്രയും വീടുകളുടെ ഒത്ത നടുക്കാണ് നമ്മളുടെ വണ്ടി കിടക്കുന്നത്. ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ വേറെ ലെവലായി. ഇനി വേണമെങ്കിൽ നമുക്ക് കൂളിംഗ് ഗ്ലാസും കൂടിയും വെച്ചേക്കാം. പവർ ആറ്റ് സെറ്റാക്ക് പവർ ആറ്റ് അതുകൊണ്ട് കുക്കൊക്കെ വേറെ ലെവല്. കുക്കൊക്കെ അസാധ്യം മേനായി മാറി. ഇതേതാ മനസ്സിലാവണില്ലല്ലോ രാമ, നീ എൻ്റെ കൂടെ വന്നതിനെയാണോ? ഈ ഗ്രാമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെങ്ങനെയാവും പോവാ? വീടുകൾ കണ്ട തികച്ചും ഗ്രാമീണം ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. പക്ഷേ ഇവിടെയൊക്കെ വേറെ അപ്പോൾ അതിൻ്റെ വീട്ടിലാണ് നമ്മളുടെ വണ്ടി നിർത്തിയിട്ടുള്ളത്. കുട്ടികളെ കളിക്കാനുണ്ട ചെക്കന്മാർ ഇവിടെ ഉണ്ട്, ഇവിടുത്തെ ചെക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി ഏരിയ അല്ലേ? അടിപൊളി. നമ്മൾ ഇതുവഴി ഇങ്ങനെയാണ് പോകണ്ടേ? ഓ ശരി, തികച്ചും അടിപൊളി. ഒരു നമ്മളെ കോമഡി ആക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം മനസ്സിലാണല്ലോ നമുക്ക്. മലയാളം, കേരള ആ പോട്ടെ. നമ്മൾ കേരള എന്താ വെച്ചാൽ ഇവർ മറാഠി സംസാരിക്കണമെന്ന്, ഹിന്ദിയും കൂടി അല്ല അവർ പറയുന്നത്. ഹിന്ദി ആണെങ്കിൽ പിന്നെ നമ്മൾക്ക് മനസ്സിലാവും, അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. തീർച്ചയായും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഇവിടെ നിന്നും ഞങ്ങൾ 2 പേരും ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11:30 ഉച്ചയ്ക്ക് 11:30 മണിയാണ്. അവിടെ എത്തുമ്പോഴേക്കും എത്ര സമയം അറിയില്ല. കാര്യമായിട്ടൊന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ഇപ്പോൾ 2 പഴമാണ് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചത്. ഓരോ ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു, വേറെ ഒന്നുമില്ല. ഇനി മേലേക്ക് പോകുന്നതോറും എന്തൊക്കെ സ്ഥിതിഗതികൾ എന്നറിയില്ല, ഏതിലെയാണ് വഴി എന്നറിയില്ല. അതിലൊക്കെ ധാരാളം വഴി ഇതിലേയും പോകുന്നുണ്ട് ഇതിലൊക്കെ പല വഴിക്കും പോകുന്നുണ്ട്. ഹരിഹർ ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇനി അറിയാത്തവരുണ്ടെന്നാണെങ്കിൽ മഹാരാഷ്ട്ര നാസിക്കിലാണ് ഈ ഒരു ഹരിഹർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടേക്ക് വന്നത് സാധാരണ എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളെപ്പോലെ വണ്ടിയും കൊണ്ടൊന്നും ഇപ്പോൾ ആരും വല്ലാതെ വരില്ലല്ലോ. ഡയറക്റ്റ് ട്രെയിനൊക്കെ കയറിയിട്ട് അങ്ങനെ പോരല്ലോ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നാസിക്കിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ത്രയംബകേശ്വർ ടെമ്പിൾ, അങ്ങോട്ടാണ് വരേണ്ടത്. സാധാരണ അങ്ങനെയാണ് ഓരോരുത്തരും ഇങ്ങോട്ട് വരാറ്. അവിടെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ 2 റൂട്ടുണ്ട്. 2 റൂട്ടിലൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കും. ഈ ഉച്ച ടൈം ആയതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ചെറിയ കിതപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് 2 റൂട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ടുള്ളത് നെറുകുടപാടയിലേക്കാണ്. നെറുകുടപാട ഗ്രാമത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതുവഴിയാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ റോഡ് ട്രിപ്പ്, അതായത്
റോഡ് ട്രിപ്പ് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇങ്ങോട്ട് ഈ നെറുകുടപാട് ഗ്രാമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ഈ കയറുന്നതല്ല അതിൻ്റെ സീസൺ കേട്ടോ. സീസൺ എന്ന് പറയുന്നത് ഇതല്ല. ഇതിലെയാണോ പോയി ഇതിലെ പോലെ ഇതിലേക്ക് ധാരാളം ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളീ പോകുന്ന ഇപ്പോഴത്തെ ഈ ടൈമല്ല സീസൺ എന്ന് പറയുന്നത് എന്താ മഴക്കാലമാണ്. മഴക്കാലത്താണ് വരേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ ധാരാളം പച്ചയായിട്ട് കിടക്കും. ഞങ്ങൾ ഈ ടൈമിൽ ഈ പൂനെ വിസിറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ മഹാരാഷ്ട്ര വിസിറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇതുവഴി കയറുക എന്ന് മാത്രമാണ്. ഇതും കൂടി കയറിയിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളിപ്പോൾ കയറുന്നത്. ഈ നട്ടുച്ച നേരത്ത് വെയിലും കൊണ്ട് കയറുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചെയ്തിട്ടുള്ളൊരു ഫാൾട്ട് എന്താ വെച്ചാൽ മുട്ടായി ഒന്നും വാങ്ങിയില്ല എന്നുള്ളതാണ് അല്ലേ. സാധാരണ ഞങ്ങൾ രണ്ടുപേരും മുട്ടായികളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ വില്ലേജിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ കുട്ടികളെ കണ്ടപ്പോൾ നമ്മൾക്ക് മിഠായിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോന്ന് കയ്യിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികൾ പൈതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം ഉണ്ട്. പക്ഷേ നമ്മളത് കൊണ്ടുവന്നില്ല. ഇനി നിങ്ങളൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഈ ഗ്രാമത്തിലൂടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കുറച്ച് മുട്ടായി കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് കൊടുത്താൽ നല്ല രസമായിരിക്കും, അവർക്ക് നല്ല സന്തോഷമായിരിക്കും. കാരണം അവർ ഇതിന് നല്ല സപ്പോർട്ടാണ് നമുക്കിത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികൾക്ക് 2 മുട്ടായി കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷമായിരിക്കും അല്ലേ. അതെ, തീർച്ചയായിട്ടും. ഇനി ഇല്ലടാ ഇതിൽ വണ്ടികൾ പോയതായില്ലേ ഗായ്സ്. ഞങ്ങൾ നട്ടം തിരി കേട്ടോ, നമ്മൾ ഇതിന് പോകേണ്ട അറിയില്ല ഗായ്സ്. ഞങ്ങളെ ഇതിലേ പോണത് ഒരു വഴിയൊന്നും ഇല്ലതില്ല. ചവിട്ടുവഴികൾ പറയണ്ടോ ചവിട്ടുവഴി. ഞങ്ങൾ ആ മല നോക്കി അങ്ങനെ പോവുകയാണ്. ഏതിലാണ് അവിടെ കയറാൻ പറ്റുക എങ്ങനെ ഒന്നും അറിയില്ല. നമ്മൾ ചവിട്ടുവഴി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണത്. എന്താ സംഭവിക്കുക അല്ലാത്ത ഇതിലൊന്നും ചവിട്ടുവഴിയൊന്നുമില്ല. ചവിട്ടുവഴി അതിലേതോ ഒരിവുണ്ട്, അവിടേക്ക് കയറണം. എന്താ മക്കളെ, തികച്ചും വിജനമായൊരു സ്ഥലം, അസാധ്യ വെയിൽ, നല്ല നിലാവാണ്. നിലാവിനൊരു കുറവില്ല. ഈ കാണുന്ന നടവഴി ഉണ്ടല്ലോ ചവിട്ടുവഴി, ഞങ്ങളുടെ അതിന് ചവിട്ടുവഴി എന്നാണ് പറയാം. ഈ ചവിട്ടുവഴി നോക്കിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെ അവിടേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതിലെങ്ങനെ കയറാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതിലാവുമ്പോൾ പോവാ. അതൊക്കെ ഇനി അവിടെ ചെന്നാൽ അത് സംഭവം അതിൻ്റെ മേലേക്ക് അവിടെ ഒരു പോയിൻ്റൊക്കെ കാണുന്നുണ്ട്. സംഭവം ഇത് തന്നെയല്ലേ. ഇനി മല പേച്ചോ മല മാറിക്കയറും അല്ല മല മാറിക്കയറും നമ്മളധികം പുതിയ ഫോർട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾക്ക് വഴി പേച്ചതല്ല, ഇത് തന്നെയാണ് വഴി. കണ്ട ഇതിലെങ്ങനെ കയറിപ്പോയി അവിടെ എത്തി അവിടെ നിന്ന് അങ്ങനെ കയറിപ്പോകണം. ട്രക്കിങ് അടിപൊളിയായിരിക്കും. ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ തമിഴ്നാട്ടിൽ പർവ്വതമല കയറി. അന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ഹരിയർ ഫോർട്ട് കയറിയിരിക്കണേ എന്നിട്ടാണ് പർവ്വതമല എന്നുള്ളത്. ഞങ്ങളിത് കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി ഒന്നുമില്ല പറയാൻ. കയറണം എന്ന് പറഞ്ഞ് നിർത്തിയേക്കുമായിരുന്നു. അത് ഇന്ന് സാധിക്കുവാണ്, ഇന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. ഓൻ്റെ മോനെ ഒക്കൂതാ സോൾപുട്ട് ബാക്കിൽ വെള്ളമൊക്കെ കെട്ടിയിട്ട് അടിപൊളിയാണ്. കയറിപ്പോട്ടെ. ഓ നട്ടുച്ചക്കൊന്നും ആരും വരരുത്. അതെ, നമ്മൾ വന്നാട്ട് ഇങ്ങനെ ആയതാണ്. നമ്മൾ ചെറിയൊരു കാറ്റുണ്ടായതുകൊണ്ടല്ല സുഖമുണ്ടല്ലേ. അതെ, ഞങ്ങളെ ബാഗാണ് കഴിച്ചത്. ഞങ്ങൾക്ക് ബാഗില്ല. മുണ്ടിൽ കെട്ടിയിട്ട് വെള്ളം ഒരു കുപ്പി കരുതിയിട്ടുണ്ട്. എന്താ അവസ്ഥ? ആ തണലത്തേക്കർ നിന്നോ, അവിടെ നിന്ന് തിരിയാതെ. നിറച്ച് മുള്ളല്ലേ. മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ ചെറു ചോലകളൊക്കെ ധാരാളം ഒഴുകാറുണ്ടെന്ന്. ഒരു ചോലേൻ്റെ ഒരു ടൈപ്പ് ഇത് ഫീൽ ആകുന്നുണ്ട്. ഇതിലൊക്കെ വെള്ളം ഇങ്ങനെ ചാടി വരുന്നത്. അതുപോലെ തന്നെ നല്ല രസമായിരിക്കും. ആ നേരത്തെ ചൂടും കുറവായിരിക്കും, പച്ചപ്പും ഉണ്ടാവും. ഇപ്പോൾ ചൂടും ജാസ്തി, പച്ചപ്പില്ല. ഓൻ്റെ മക്കളെ കണ്ട ഇതാണ്ട് പോയാൽ മാത്രം പോരാ,
ഒക്കെ ഇങ്ങോട്ട് പോരും വേണം. പോരും വേണമല്ലോ. ആ ഏതിലാ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓ വളരെ ഒഴിഞ്ഞ പ്രദേശം, ഒരു പറമ്പ്, കുറ്റിക്കാടുകൾ, ചീവിടിൻ്റെ ശബ്ദം, വെയിൽ, ചൂട്, വഴി ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ്. ഓ ട്രക്കിംഗ് ഈസ് വെരി 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 ഡേഞ്ചറാ. ചുറ്റും മലനിര, ഒരു ലൈറ്റ് കാറ്റ്. നമ്മളുടെ വണ്ടി ഇതാ കാണുന്ന ഗ്രാമത്തിലാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവിടെ അല്ലെങ്കിൽ ഗ്രാമവും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ആ ഗ്രാമം എവിടെയെന്ന് വണ്ടി എവിടെയെന്ന് കാണണമെങ്കിൽ ഇതിപ്പോൾ വന്ന വഴിയൊക്കെ പല ടൈപ്പ് വഴികളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ കാണുന്ന ഗ്രാമമാണ്. ആ വഴി കണ്ടിട്ട് നമ്മൾ വരുന്നൊരു വഴി ഉണ്ട് അവിടെ. ആ വണ്ടീൻ്റെ ടയർ അതിലടയാളം വെച്ചാൽ മതി. ഓ മലനിരകൾ നമ്മൾ അങ്ങോട്ട് കയറട്ടെ. ഇവിടെയൊക്കെ ഓക്കെ കേട്ടോ, ഇവിടെ നല്ല ഒരു ചെറിയ നരന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നും വലിയ ക്ഷീണം തോന്നുന്നില്ല. ഇപ്പം ഞങ്ങൾ കുറേ കയറിപ്പോന്നു, ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല കേട്ടോ. ലൈറ്റ് കാറ്റൊക്കെ ആയിട്ട് നല്ല സുഖമാണ്. ഇവിടെ എന്താ കുക്കിംഗ് അതൊക്കെ ഇവിടുത്തെ ആളുകൾ ചെയ്തതാവാം, അല്ലെങ്കിൽ ഇവിടെ ക്യാമ്പ് ഉണ്ടായിരുന്ന ആരിലൊക്കെ ചെയ്തിട്ടാവും. ഇനി അതിലൊക്കെ അതിലങ്ങനെ വഴി വന്ന് ഇതിലിങ്ങനെ അതിരാണല്ലേ മേലേക്ക് ഇതിലാണ് പോവാം. നമ്മൾ മാത്രമേ ഉള്ളൂ. പിച്ചാത്തി വഴികളൊക്കെ നമുക്ക് കുറച്ച് ഭയാനകം ഫീൽ ചെയ്യുന്നുണ്ട്. വന്യജീവികളെ പേടിക്കണോ? അങ്ങനത്തെ ഒരു ഏരിയ ആണോ എന്തോ അറിയില്ല. വന്യജീവികളൊന്നും പേടിക്കണ്ടോന്ന് കണ്ടങ്ങൾ പോയി. ഇതൊരു ചോലയായിരുന്നു എനിക്ക് തോന്നുന്നത്, കണ്ടിട്ടില്ലേ? ഇതൊരു ചോലയായിരുന്നു. ചെറിയൊരു ഉരുൾപൊട്ടൽ പോലെയൊക്കെ സംഭവിച്ചിട്ട് പാറക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു സ്ഥലം, പിടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ കുറച്ച് നേരം ഇവിടെ കുറച്ച് തണലുള്ള ഏരിയ ആണ്. ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നിട്ട് പോട്ടോക്കോ. വഴങ്ങിയുണ്ട്, വെറും പാറക്കെട്ടുകളാണല്ലോ മുന്നിക്കൊക്കെ. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടോ. മീനവുകൾ മറൈന്തേ അല്ലേ, ഒരേ പാട്ടൊക്കെ പാടിക്കോ, അവിടെ വേറെ ആരില്ലല്ലോ. ചിന്ന ചിന്ന ഏറമാൻ്റെ പാട്ട് അതൊക്കെ പൊളിയാണ്. നമുക്ക് ആ ബ്ലൂടൂത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പാട്ടും കേട്ടാൽ പോയനു. എടുത്തില്ല, അത് പോട്ടെ. ആ ഗായ്സ്, ഞങ്ങൾ മുന്നോട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. അയ്യോടാ കേട്ടോ, പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. അയ്യാ ഓക്കെ. ഓ ആടാ കിളിക്കൂട് ഇല്ല, കുരുവിയാണ്, കുരുവിയുടെ കൂട്. ആ ചാടിപ്പോയി. ഇതൊരു ചോലയാണല്ലോ ഇപ്പോൾ. അതെ. ഓ കുരുവിക്കൂട് ഇവിടെ കാണാട്ടെ, കാഴ്ചക്കാർക്ക് കാണാം. ഇതൊരു ചോലയാണ്. മഴക്കാലത്ത് ഇതിൽ ധാരാളം വെള്ളങ്ങൾ ചാടി വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്കിതിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കാലുമേലൊക്കെ വെള്ളം ആവുന്നുണ്ടാവാം. മഴക്കാലത്ത് വരണം ഗൈസ്, അത് ഞങ്ങൾക്ക് മിസ്സായി. പക്ഷെ മഴക്കാലത്ത് വരുന്നവർക്ക് ഈ മോട്ടം വെയിലും ഈ കോട്ടൻ വെയിലൊക്കെ മിസ്സായി. ഇതൊക്കെ ആ ഇത് വേറൊരു കാഴ്ച, അത് വേറൊരു കാഴ്ച. നല്ല കാറ്റ്, ഒരു ഇതുവരെ ലാൻഡ് പോലെ ഇങ്ങനെയുള്ള സ്ഥലമാണ്. നല്ല മനോഹര വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. ഓ പക്ക. നമ്മളിപ്പോഴും എവിടെ എത്തിയില്ല കേട്ടോ. കുക്കു കാറ്റ് ആസ്വദിക്കുകയാണ് ഇല്ലൊക്കെ. ഓ നമ്മളുടെ ഗ്രാമമാണോ കാണുന്നത്? അതിലാണ് മെയിൻ റോഡ് പോകുന്നുണ്ടോ? മെയിൻ റോഡ് അതിലിങ്ങനെ പോകുന്നുണ്ട്. ഇതിലൊക്കെ ധാരാളം വഴികളുണ്ട് അടിക്കൂടെ. നമ്മൾ കയറി വന്നത് അതിലാണ്. ഇതിലിങ്ങനെ വന്ന് അതിലെ പോയി, അതിലിങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ കയറിയിട്ട് ഇനി ഇതിലെങ്ങനെ പോകണേ. ഇത് വഴിയണ്ട, വഴി വളരെ ചെറുതാണ്. കന്നുകാലികളൊക്കെ കൊണ്ടുവരലുണ്ട് ഇതിൽ. ഓ വഴി വളരെ ചെറുതാണ്, കൂന്നിട്ടൊക്കെ പറയാണ്ട് കഴിയണം. ഓ എത്താനായിട്ടോ, ഇതേപോലെ കുറച്ച് ദൂരം കയറിയത് വഴങ്ങിയുണ്ട്. ഇവിടെ നിൽക്കട്ടെ കുറച്ച് തണലത്ത്. ഓ പാറയുടെ അടുത്തെത്താനായിട്ട് കേട്ടോ, അടുത്ത ചോല. എൻ്റെ അഭിപ്രായത്തിൽ മഴക്കാലത്ത് വരാത്തത് നഷ്ടമാണ്. അവിടെ ഒരു കുളം ഉണ്ടല്ലേ, അത് ഇപ്പോഴാണ് കാണുന്നത്. ഓ നമ്മുടെ ഗ്രാമം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു ലൈറ്റ് കാറ്റ് നമ്മളെ ഇങ്ങനെ സുഖിപ്പിക്കുന്നുണ്ട്, നമ്മുടെ വിയർപ്പകറ്റുണ്ട്. ഈ ഒരു തണൽ ഇവിടെ ഇല്ല, നമ്മൾ പോകുന്ന ഈ വഴിയിലൊന്നും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഇരുന്നില്ല. ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ ബാരിക്കേഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അവിടെ.
അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഏകദേശമൊക്കെ എത്താനായി എന്നുള്ളൊരു ഫീലാണ്. അതുപോലെ തന്നെ ചുറ്റും മലനിരകൾ കണ്ട എന്നാ ഒരു ഭംഗി അത് കാണാം. അവിടെ വലിയൊരു തടാകം കണ്ട വലിയൊരു തടാകമാണത്. അത് നമുക്ക് ആ ഗ്രാമത്തിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതിൻ്റെ. ഒരുപാട് പേര് അതിൽ കുളിക്കുന്നതും അതുപോലെ തന്നെ ഫിഷിങ് നടത്തുന്നതും കന്നുകാലികളെ മേയ്ക്കുന്നതും കന്നുകാലികൾ വെള്ളം കുടിക്കുന്നതൊക്കെ അവിടെ കാണാനുള്ള നല്ല നല്ല കാഴ്ചകളാണ്, ഗ്രാമീണ കാഴ്ചകളാണ്. ഇപ്പം വരക്കുന്നില്ലേ? ഇപ്പോൾ വരക്കുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ തണലുണ്ടായത് കൊണ്ട് ഇത് കുറ്റിക്കാടാണ് അല്ലേ? കുറ്റിക്കാടുകളാണ്. ഈ കുറ്റിക്കാടുകൾ ഇടയ്ക്കൊക്കെ ഉണ്ടായത് കൊണ്ട് സുഖമാണ് ഇരിക്കാം. കുടിച്ചോടാൻ പറ്റില്ല, നിറച്ച് മുള്ളാണ്. മുള്ളുണ്ട്. ഒക്കെ മുള്ളാണ് അല്ലേ? ഇവിടേക്കൊരു ശരിക്കുള്ള വഴി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേങ്കിൽ ഒന്ന് എനിക്കറിയാം, ഞങ്ങളെപ്പോലെ തന്നെയാണ് അധികം ആളുകളും കയറാറ്. കാരണം ഞങ്ങൾ വരുന്നത് ആ ഗ്രാമത്തിൽ നിന്ന് അതിലങ്ങനെ വന്ന് അവിടെ നിന്ന് അങ്ങനെ അതിലെ കയറിയിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇതിലെങ്ങനെ ഇഷ്ടംപോലെ വഴികൾ ഇങ്ങോട്ട് കയറി പോരുന്നുണ്ട്. അതിലൊക്കെ ഇഷ്ടംപോലെ വഴികൾ, ചവിട്ട് വഴികൾ ഇങ്ങോട്ട് കയറി പോരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് ധാരാളം വഴികൾ അതിലൊക്കെ വരുന്നുണ്ട്. എല്ലാ വഴികളും വന്നിട്ട് ഒരു സ്ട്രോങ് ഒരു നമ്മൾ പറയില്ല ഒരു ഹൈവേ പോലെ ഒരു വലിയൊരു പാതയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ചവിട്ടുപോയി എല്ലാവരും ഓടുന്ന ഒരു സ്ഥലം. ഇനി നമ്മൾക്ക് ഇതുവഴി ഇങ്ങനെ പോയിട്ട് ഇവിടെ മേലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമുണ്ട്. ഞാൻ അവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നും എന്തോ അറിയില്ല. കാറ്റും ഗ്രാമീണ ഭംഗിയും ഇത് നമ്മൾ നടക്കുന്നുണ്ടോ ഈ പറ്റിന് എന്നാ ഒരു വ്യൂ രക്ഷയില്ലല്ലോ. പൊളി. എൻ്റെ ചെങ്ങന്മാരെ പോയിന്റിലേക്ക് എത്തിയിരിക്കുവാണ്. വന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇത് എവിടെ എത്തിയെന്നുള്ളത്. ഇനി നമ്മൾ കയറി പോവുക അതിലെയാണ്. അങ്ങനെ മേലേക്ക് യഥാർത്ഥ വഴി എന്തൊക്കെയോ. ഞങ്ങൾ കയറി പോകുന്നത് എതിലെയോ അടുത്ത ഗ്രാമതാണെന്ന് തോന്നുന്നു. ഇതുവഴി നമുക്ക് വരാം. അവിടെ വണ്ടി നിർത്തിയിട്ട് അതിലൊക്കെ ഇങ്ങോട്ട് കയറി പോരാണ്ടോ. ഇതിലൊക്കെയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും വരുന്നത്. നമ്മൾ അതിലാണ് വന്നത്. പ്രശ്നമല്ല, ഏരിയ വരാം. ഇനിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇനിയാണ് ടാസ്ക്. ഇവിടെ വരെ ടാസ്ക് തന്നെ ആയിരുന്നു. കാരണം അത്യാവശ്യം നന്നായിട്ട് കിതക്കുന്നുണ്ട്. വെള്ളം കിട്ടുമോ നോക്കാം. നമുക്കിവിടെ വെള്ളം വല്ലതും ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല. ജാതാട് യെസ് ഗായ്സ്. സുഖം പറയണ്ടറിയോ, നമ്മളീ പോകുന്ന വഴിയില്ലേ ജാസ്തി റിസ്ക്കാണ് അല്ലേ? ജാസ്തി റിസ്ക്കാണെന്നാണ് ശരിക്കും പോകേണ്ട ഐഡിയയാണ്. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം നയിച്ചു. അതെ, നമ്മൾ നയിച്ചു. പ്രശ്നമില്ല, നമ്മൾ വണ്ടി അവിടെ അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ രസം. ഇനി നമ്മൾ പോകുമ്പോൾ ഇതിലൂടെ പോകും. ഇതിൽ പോയി നോക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ എത്താം. ഞങ്ങൾ ഗ്രാമം മിസ്സായി കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിച്ചു. ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ വീഡിയോ വന്നിടത്തേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് നേരങ്ങൾ കുടിക്കണോ. നമ്മൾ ശരിക്കും വരേണ്ട വഴി ഇതാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി ഓൻ പറയാം അങ്ങോട്ട് നിങ്ങൾ കുറച്ചും കൂടി അഡ്വഞ്ചറായിട്ടാണ് പോകുന്നത്. കുറച്ച് റിസ്ക് ഏരിയ കൂടെ പോകുന്നുണ്ട്. അടിപൊളിയായി. അതിൽ അടിപൊളിയാണ് വരാൻ വേണ്ടിയിട്ട്. സംഭവം ശരിയാണ്. അതിൽ വേറൊരു വൈബാണ്. ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിൽ പോകും അല്ലേ? ഇറങ്ങുമ്പോൾ ഞങ്ങൾ അതിൽ പോകും. ഞങ്ങൾ പോകുന്ന വഴി കൂടെ പോന്നിട്ടുണ്ടാവില്ല കേട്ടോ. ഇനി പോകുന്നുണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ ആരിലൊക്കെ വന്നിട്ടുണ്ടാവും ഞങ്ങൾ പോകുന്ന വഴി കൂടെ ഒക്കെ. ഏതായാലും നമ്മൾ കയറാനായുണ്ട്, അവിടെ മേലെ എത്താനായുണ്ട്. ഹായ് ഹായ് പഠിച്ചു പറഞ്ഞേ. ഷെബിൻ ഷാലു. Airport is good. Airport is good. My name is Sebil from Kerala, Malappuram, Thanur. ചേകർ ഞങ്ങൾ മലപ്പുറം. എന്താ ഇങ്ങനെ കിടക്കണേ? എന്താണ് കണ്ടുപേരേ. ഹലോ ഗായ്സ്, എത്ര വ്യൂസ്? 4 5 സബ്സ്ക്രൈബ് കുറച്ചുള്ളൂ പറഞ്ഞോ. നിങ്ങളെപ്പോഴെത്തി? ഞങ്ങൾ ഇന്നലെ എത്തിക്കണം. രാവിലെ. എന്താ പേരെന്താ ബ്ലോഗിന്റെ? ഫോറസ്റ്റ് ആണ്. എല്ലാരും ഫോളോ ചെയ്തിരുന്നേ പോവുള്ളൂ. ഹലോ ഗൈസ്, ഇതാണ് നമ്മൾ ചെക്കന്മാര്. മക്കളെ അടിപൊളി സ്പോട്ടാണ് വന്നത്. വരാതെ ഇതാണ് നമ്മ ചെക്കന്. മലപ്പുറത്തോടെ എല്ലാരും ചെക്കന്മാര് ഇതാ ഇത് കോഴിക്കോട്. ഇതെന്തത് ഒരുപാട് ആരോ മാർക്കുകൾ ആരെയും കൊടുത്തിട്ടുണ്ടല്ലോ. 4 ഓറം കൊടുത്തിട്ടുണ്ടല്ലേ. ഇനി ആദ്യം ഇവിടെ കുറച്ച് ഏരിയ, കുറച്ച് റിസ്ക് ഏരിയ, ഇവിടെ ഒന്ന് കയറി പോകണം. ഇതൊക്കെ മലയാളികളാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നില്ലേ? അതെ. ഇത് സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് കയറുമ്പോൾ വൈക്കൂലേ അല്ലേ?
അങ്ങനത്തെ ഒരു മണ്ണാവണ്ട മണ്ണപ്പത്തെ. ഇപ്പം പിന്നെ ഈ പൊടി ആയതുകൊണ്ടേ സ്ലിപ്പാവുന്നുണ്ട്. ഓ അടിപൊളി അടിപൊളി. ഇവിടെ നിന്ന് തന്നെ കുറച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇതുപോലത്തെ കൈവരി ഉണ്ട്. കൈവരി പിടിച്ച് അങ്ങനെ കയറി പോകാലൊക്കെ. ഓ സംഭവം അടിപൊളി കേട്ടോ. മലയാളികൾ ഈ നേരത്തും ഇവിടെ മലയാളികളുടെ തേരോട്ടമാണ് നടക്കുന്നത്. തേരോട്ടം. ഏറെക്കുറെ മേലേക്ക് പോകുന്നപ്പോൾ നല്ല കാറ്റാണ്. ഇത്രയും മേലേക്ക് ഇത്രയും കമ്പിയും കാര്യമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പണിയെടുത്ത് സേഫ്റ്റി വരുത്തിയ ആളുകളൊക്കെ അല്ലേ അല്ല. പിന്നെ കോൺക്രീറ്റ് വരെ താഴത്ത് ചെയ്തിട്ടുണ്ട്. വെൽഡിങ് പെയിൻറ്റിങ് അത് അതിൻ്റെ പോലത്തെ മേലെ ഡിസൈനും ഇടയ്ക്കിടെ കുതിരപ്പം പറഞ്ഞല്ലേ. മേലേക്ക് എനിക്ക് നല്ല കാറ്റാണ്. ഓ സ്റ്റെപ്പുകൾ ആരംഭിക്കാനായില്ല, ആരംഭിക്കാനാകും. ഓ ഇവിടെയൊക്കെ കേരള കുറച്ച് റിസ്ക്കാണല്ലോ ഇതിലെങ്ങനെയുള്ള. ഓ ടോപ്പിലേക്ക് നല്ല കാറ്റാട്ടോ. കുറച്ച് കയറി പോകുന്നു. ഇവിടെ ചെറിയൊരു ഷെഡുണ്ട്. ഈ ഷെഡിൽ ആദ്യം വെള്ളമൊക്കെ വിറ്റിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല. മഴക്കാലത്ത് ആളുകൾ കൂടുതലുള്ള നേരത്തായിരിക്കും കച്ചവടം. ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോകാം. അതാ കയറാനയക്കണ്. പടികളെ കാണുന്നു. താഴത്തെ ഗ്രാമത്തിൻ്റെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഗ്രാമവും കാറ്റും കാര്യങ്ങളെല്ലാം ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ടല്ലോ. ഒക്കെ ഈ കാഴ്ച. നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. കേൾക്കുന്നുണ്ടോ ഗൈസ്? നമ്മളുടെ ഗ്രാമം എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും നമ്മൾ വരേണ്ട വഴി, സാധാരണ എല്ലാവരും വരുന്ന വഴി ഇതാണ്, ഇതിലെയാണ്. പക്ഷെങ്കിൽ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഈ വഴി അറിയില്ല അല്ലേ? അതെ അറിയില്ല. അപ്പം അറിയില്ല. അപ്പം ഞങ്ങൾ ഇതിലും വെരി റിസ്ക് റേഞ്ചറിൽ ആദ്യ സാഹസികതയിലാണ് ഞങ്ങൾ വന്നത് ഇങ്ങോട്ട്. ഇതിൽ പോലും വളരെ സിമ്പിളായിട്ട് പോരാ. അങ്ങനെ ആർക്കും അങ്ങനെ ആർക്കും പോകുന്നു ഇവിടെ. കയ്യും പിടിച്ച് കാലും പൊന്തിച്ചില്ലേ, അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞങ്ങളിത് കയറാൻ വേണ്ടി പോവാണ്. അവിടെ കവാടത്തിൽ ആരോ ഇരിക്കുന്നുണ്ട്. മോനെ എങ്ങനെ കയറിക്കോ? ഡേഞ്ചറാണല്ലേ മോനെ. ഇപ്പം ഈ നേരത്ത് ഇപ്പോൾ സമയം എത്ര ചോദിച്ചാൽ 1:30 സമയം. ഉച്ചയ്ക്ക് 1:30. ഈ 1:30 കയറിയാൽ കയ്യും കാലൊക്കെ പൊള്ളുമല്ലോ. ഓ മോനെ തല ഉയർത്തി നേരെ കുത്തനെന്ന് നോക്കണം. അതിൻ്റെ മോനെ കൊട്ടയില ആ കൂട്ട്. നമുക്ക് ഇതിൽ കൂടെ നോക്കി കുറച്ച് തണലുള്ള മാതിരി തോന്നണല്ലേ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കയറുവാണ്. സ്റ്റാർട്ടിങ് പോയിന്റ് ഇസ്രായേലേ. ഇതിൽ കയറാ. ഇതിലിങ്ങനെ കയറിയല്ല പിടിച്ചാണ്ട്. ഓ എൻ്റെ മക്കളെ കുറച്ച് അവിടെ എത്ര കേട്ടോ. ശ്രദ്ധിച്ചു വാ. സ്ലിപ്പായി കഴിഞ്ഞാലേ ഇനി കടും കുത്തിനാണ് കയറി പോവാനുള്ളത്. മോനെ കയറടാ. സംഭവം കയ്യും കൊത്തിട്ട് കയറാൻ വേണ്ടി കയ്യുള്ളൂ കേട്ടോ. എൻ്റെ മക്കളെ നോക്കി കയറട്ടോ. ശ്രദ്ധിക്കണം, കാലിലോട്ട് തന്നെ നോക്കണം. ഇതണ്ട കൈ ഇങ്ങനെ വെക്കാണ്. നന്നായി. ഇതൊക്കെ ഒരു കൊത്തിയെടുത്തേക്കുള്ളൊരു പാറയിലേ. 2 ഭാഗത്തുണ്ട്. 2 കയ്യും അങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. ഓ ഈശ്വരാ. പിന്നല്ല കയറി വാ. ആ ശ്രദ്ധിക്കേ. ഓക്കെ. ഇവിടുന്ന് കുറച്ച് കയറെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഈ ഹൈറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഊരിനേക്കാൾ മേലേക്കാണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കയറുന്ന പറഞ്ഞ റിസ്ക്കാണ്. ഞാൻ കുറച്ച് അവിടെ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്താ ഹൈറ്റ്. ഓ എൻ്റെ മോനെ ഇതിൻ്റെ മേലേക്ക് ഇവിടെ എത്തിയിട്ടാണ് പേടിയാവുക. ഇവിടെ എത്തിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഒരു വേട്ട വരിക. നോക്കി കയറട്ടോ. കോളിംഗ് ഗ്ലാസ്സിൽ തടവാണെങ്കിൽ വരണോ? പിന്നിട്ട് അല്ലേ അടിക്ക് നോക്കുമ്പോഴാണ് പേടിയാവണം നമുക്ക്. മക്കളെ ഇത് സാഹസികത നിറഞ്ഞു തന്നെ കേട്ടോ. എവിടെ നിൽക്കുന്നത്? തല കുത്തനെ പിടിക്കണല്ലോ അങ്ങോട്ട് കാണി. അവിടെ വരെ എത്ര വയസ്സ്. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട് കയറാനൊക്കെ.
കയറിയിട്ട് കാണിച്ചാൽ പറ്റും. കയറുന്നത് അങ്ങനെ കാണിക്കാൻ വേണ്ടി കഴിയില്ല. ബാക്കൊക്കെ തിരിഞ്ഞ് നോക്കാതെ കയറി അങ്ങനെ പോന്നാൽ ഒരു പ്രശ്നമല്ല. തിരിഞ്ഞ് ഈ നൃത്തമൊക്കെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പേടിയാവും. തല ഇറങ്ങും ചെയ്യും. ആ, ഈ നൃത്തം നിന്ന് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഇനി ഇത്രയും കൂടി ഉള്ളു കയറാൻ. ഓ, ഇതാണ് മെയിൻ അവാർഡെന്ന് തോന്നുന്നു. ക്യാമറ ഹായ് ഹായ്. അപ്പം നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ പല ആളുകളും ഉണ്ട്. അവിടെ ടോപ്പ് വ്യൂ കണ്ട, സൂപ്പർ വ്യൂ ആണ്. നോക്കുവോ എന്തത് അവനമ്മ, അടിപൊളി അസാധ്യ വ്യൂ. ഓ, ഇനി ഇങ്ങോട്ട് ഇതിലെ ഇത് സത്യത്തിൽ ഈ സംഭവം ഉണ്ടാക്കിയത് അന്നത്തെ കാലത്തെ വ്യാപാര പാതകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. വ്യാപാര പാതകളെ നിരീക്ഷിക്കാൻ പറ്റും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരുന്ന കട നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയുള്ള ഏരിയകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ എങ്കിൽ നമ്മുടെ ഈ പച്ചക്കണ്ണോണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയില്ല. അതിന് വേണ്ട ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ വേണ്ടി കഴിയും. അന്നത്തെ കാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ലോക്കോ? അതെ, തീർച്ചയായിട്ടും. ആ, ഇവിടെ പിന്നെ ഒരു പാറ ഇങ്ങനെ സൈഡ് നമ്മൾ പുളിയംകൊണ്ട് റോക്ക് പോയതുപോലെ ഉള്ളൊരു ഏരിയ ആണ്. ആ ഒരു ഇതുപോലെയുള്ള പാറിനെ അങ്ങോട്ട് കൊത്തി ഉള്ളിലെടുത്ത് ഒരു വഴി ഉണ്ടാക്കിയേക്കുവാണ്. ഇതുവഴി അങ്ങനെ നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാം. അസാധ്യം താഴെ അവിടെ സ്റ്റെപ്പ് ഇടില്ല. ആദ്യം അവിടെ പോയി ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ചിഹ്നങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. തല ഉയർത്താൻ പറ്റൂല. ഇപ്പോൾ അവിടെ നോക്കാം, അത് മാത്രം അവിടെ അങ്ങനെ വെച്ചേക്കണ്. ഓ, ഇവിടെ ഉയർത്താൻ തല ഇവിടെ വയ്ക്കാം. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ സുഖം വേറെ കേട്ടോ. ഏറെ നേരത്തെ വിശ്രമത്തിന് ശേഷം കുറച്ചുകൂടി ദൂരം നമുക്ക് മേലേക്ക് കൂടി കയറാനുണ്ട്. ഞങ്ങൾ മേലെ കയറുവാണ്. അതുകൊണ്ടാണ് തല മുട്ടിയാണ് നിൽക്കുന്നത്. ആ, പോട്ടെ. ഇതൊക്കെ കൊത്തിയെടുത്തുണ്ടാക്കി കണ്ടുകൾ, ഉള്ളി തട്ടിയ പാടുകൾ കൊത്തിയെടുത്തുണ്ടാക്കി സ്റ്റെപ്പുകളെല്ലാം എത്ര താഴ്ച, എത്ര 3000 അടിയോ എന്തോ ആണ്. അമ്മച്ചേ, ഇതൊക്കെ ഒരു ചെറിയൊരു കനത്തിൽ നിൽക്കുന്ന സാധനമാണ്ടാ. ഇതുപോലെയൊക്കെ ഒന്നായിട്ട് വന്ന് മേടിക്കഴിഞ്ഞപ്പോൾ അപ്പത്തെ കൂടെ പോകും. ഇനിയും ടോപ്പിക്ക് കുറേ ഉണ്ടോ? കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് പാടാ. ഇതുവഴി കയറി പോകണം. ഇതുവഴിക്ക് കണ്ടങ്ങളെ. ആ, പോട്ടെ, പൊക്കോ. ഷൂക്കൊക്കെ ഇട്ട് വേറെ ലെവലായിട്ടോ. എന്തൊരു ഗുഹ. ഓ, ഇതും കടും കുത്തൻ തന്നെയാണല്ലേ. ഓ മൈ ഗോഡ്. ഇവിടെ എന്തെങ്കിലും പിടിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് സംഭവം അല്ലാതെ ചിലപ്പോ ഇങ്ങനെ ബാഹുബലത്തിലേക്ക് കൊന്നാണ്ട് കമ്പില്ലേ വലിച്ചോണ്ട് നടക്കണേ. എന്നിട്ട് അങ്ങനെ ഒരുത്തി പോയതാണ്. ഈശ്വരാ, കടും കുത്തു. താഴത്തേക്ക് നോക്കുമ്പോഴാണ് പേടിയാണ്. അതെ, തീർച്ചയായിട്ടും. ഇത് സംഭവം ഒരു ടെക്നിക്ക് പിടിച്ചു കയറാനുള്ളതേ. അതെ, അതാണ് അതിൻ്റെ ഒരു സുഖം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ട ഇതമ്മേ, പൊളി, അടിപൊളി. ഇനിയും കയറാണ്ട് കുറച്ചും കൂടി. പിന്നെ കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ലാൻഡ് ഉണ്ടല്ലോ. ഇതിന് അങ്ങനെ പോവാ. അത് ഏറ്റവും ടോപ്പിക്ക് നമ്മൾ പോകും. കേരള മലയാളം ക്യാമറ GoPro
360. ഇവിടെയൊക്കെ ഭയങ്കര ടൈറ്റാണല്ലോ. നമ്മൾ ഇതിലൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഉണ്ടല്ലേ. ഇതൊക്കെ പടുത്തണേ പടുത്തണല്ലേ. ഇതൊക്കെ ആരും ഒന്ന് കൊടുത്ത് ഇതൊക്കെ ആരും ഉണ്ടാക്കി സ്റ്റെപ്പ് വഴി കാര്യങ്ങളൊക്കെ എത്ര ദിവസം എടുത്ത് വരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്താറായി. ഏറ്റവും മയുള്ളൊരു ഇത് കാണണ്ടല്ലോ, ഷെഡ്. കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ ഒരു ഊർജ്ജം കിട്ടിയതാ. ആ ഊർജ്ജത്തുമ്പോഴാണ് നമ്മളിപ്പോൾ ഈ കയറി പോകുന്നത്. അയ്യോ, ഇവിടെ വേറെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം വേണോ? വെള്ളം കുടിക്കാം. വെള്ളത്തിനൊക്കെ വേണ്ട റേറ്റാണ്. 40 ഉറുപ്പിയാണ് 1 ലിറ്റർ വെള്ളത്തിന്. പിന്നെ ഇതിലെയോ? ഓ, ഇതിലിഞ്ഞ് മേലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഓ, വെയിലിൻ്റെ കൊട്ട വെയിൽ. സൂക്ഷിക്കേ. അവിടെ കൊടി വെച്ചെടുത്തവരെ പോണോ? ആദ്യം ഇതിലെ പോയാലോ? ആ, ഇത് ഗ്രൗണ്ട് ഏരിയയാണ്. ഏറ്റവും ടോപ്പിൽ ഏതൊക്കെയുണ്ട് ഗൈസ് നമ്മൾ വന്നിട്ടുള്ള കാഴ്ചയാണത്. ഓ, ഡ്രോൺ ഉണ്ടെങ്കിൽ അടിപൊളിയോ. മദ്യപാനം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ പറ്റൂല. തീയിടാനൊന്നും പറ്റൂല. ഓ, ആര് ലേക്കണ്ട, തടാകം കിടക്കണ്ട. പോലം വെയിലാണ്. ഞങ്ങൾ അതിലെ പോയോട്ടെ. അവിടെ ആ കൊടി വെച്ചെടുത്തേക്ക് ഈ കൊടി വെച്ചെടുത്തേക്കൊക്കെ അതോടെ കൊണ്ട് പോയിട്ട് നമ്മൾ ഇതേപോലെ ഇറങ്ങും. ഉച്ചഭക്ഷണം കഴിച്ചില്ല, 2:15 വിശപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലേ. ആ, ഓൻ്റെ മോനെ അതിൻ്റെ ഒരു വ്യൂ നോക്കാ ചെയ്യും. നല്ലൊരു കാറ്റിട്ടോ. ഇതിൻ്റെ മേലെ വെള്ളത്തിന് 40 ഉറുപ്പിക. പക്ഷെ എന്നാലും നമ്മൾ വാങ്ങിക്കുടിക്കും. കാരണം നമ്മൾ വെള്ളം കൊണ്ടുവന്നില്ലേ. നമ്മളൊക്കെ ഒരു പരിധിയില്ല വെള്ളം കൊണ്ടുവരുന്നത്. ഞങ്ങളൊരു കുപ്പി വെള്ളം കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും ഇനി വാങ്ങേണ്ടി വരും. ലെമൺ ജ്യൂസ് ഉണ്ട്, ഒന്നിന് ഒരു ഗ്ലാസ്സിന് 30 ഉറുപ്പിക. ആ, ഇവിടേക്ക് റിസ്കിനാണ് പൈസ. ഇതൊക്കെ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഓരോ ചെടികളാവാം. കൊടും വേനലായപ്പോൾ ഇതൊക്കെ ഉണങ്ങിപ്പോയി അല്ലേ. ഇത് ചെടിൻ്റെ സ്വഭാവം, പൂവിൻ്റെ സ്വഭാവമാണ്. അല്ലാതെ നമ്മളെ പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ മുള്ളൊന്നുമല്ല. ഒക്കെ ഉണങ്ങിപ്പോയി. അവിടെ കയറുന്നതിന് മുമ്പ് ഇവിടെ ഷെഡുണ്ട്. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ അവിടെ തന്നെ വെള്ളവും കാര്യമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ, അവിടെ വെള്ളമുള്ളൊരു കുളമാണല്ലോ അത്. അയ്യോ, ഇതിൻ്റെ മേലെ വെള്ളമുള്ളൊരു കുളമാണ്. ഇതും തന്നെ കൊത്തി ഉണ്ടാക്കിയത് തന്നെയാണ്, അല്ലാതെ ഈ പാറയുടെ മേലെ ഉള്ളതല്ല. ഇതിപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടോ? സാധനങ്ങളൊക്കെ വാരി വെച്ചിട്ട് മഴക്കാലം ആവുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒന്ന് വൃത്തിയാക്കുന്നുണ്ടാവാം. ഉണ്ടോ? 3 ഉണ്ടല്ലേ. ഓ, അതിൻ്റെ മേലെ ഹനുമാൻ്റെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട് അല്ലേ. ആ, ഇവിടെ തന്നെ ചായ വെള്ളം അങ്ങനെ ഉണ്ടോ? ചായ ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവും. വെള്ളം ഇവിടെയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് പടികൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, റെസ്റ്റ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പയണം ആരംഭിക്കുകയാണ്. ആ കാണുന്ന ലാസ്റ്റ് പോയിൻ്റാണ് ആ ഒരു കൊടി വെച്ചിട്ടുള്ളത്. ആ ഒരു പോയിന്റിലേക്ക് കൂടി ഞങ്ങൾ പോവുകയാണ്. അവിടെ കൂടി പോയാൽ മാത്രമാണ് ഈ ഒരു ഹരിയാർ ഫോർട്ടിൻ്റെ ട്രക്കിംഗ് അവസാനിക്കുന്നത്. ഇറങ്ങുന്നതും ഭയങ്കര അഡ്വഞ്ചർ ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. സംഭവമായിരിക്കും. കയറുന്നത് പോലെ അത്ര സുഖമാവില്ല, ഇറങ്ങാവില്ല. അത് ഈ കേസ് മാത്രമല്ല, എല്ലാവരും തന്നെയാണല്ലോ. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കണം. ഇവിടേക്ക് പോകുമ്പോഴും ഇതുപോലത്തെ ബൈക്കുകളിലൊന്നും വലിയൊരു മാറ്റമൊന്നുമില്ല, ടൈറ്റ് തന്നെയാണ്. കജ്ജും കാലൊക്കെ വേനൽ തുടങ്ങും. നോക്കണ്ട, ഇതിലെ വേണമെങ്കിൽ ഇറങ്ങി പോകട്ടോ. നമ്മളിതിലേ കയറി പോകുന്നത്. ഈ സൈഡത്തെ വ്യൂ കണ്ട, ഈ സൈഡത്തെ വ്യൂ നമ്മളിപ്പോഴാണ് കാണുന്നത്. ഇവിടെ എത്തിയിട്ട് കാണുന്നത്. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ടല്ലോ അല്ലേ.
എവിടേക്കാണ് അതിലേക്ക് കയറി പോയത്? അവിടേക്ക് എങ്ങനെ പോയത്? ഓ അങ്ങനെ ആലുവ ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പിലേക്ക് ഇവിടെ കൂടി കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. നോക്കി കയറിട്ടോ. ഓ മൈ ഗോഡ്, ഇതിലാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കയറി പോവാൻ. ചുറ്റുള്ള വ്യൂ ഉണ്ടെങ്കിൽ മക്കളെ 360 ഡിഗ്രി വ്യൂ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇതിനെ മേലെ കയറി കഴിഞ്ഞാൽ അത് ബാക്കിയാവും. അവസാന പോയിന്റ് ഇവിടെ നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട്, ശിവജി ഉണ്ട്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളുണ്ട്. 360 വ്യൂ കണ്ടോളി, ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ്. നമ്മളവിടെ നിന്ന് അതിലാണ് കയറി വന്നിട്ട് നമ്മൾക്ക് എത്തിയത്. ഒക്കെ കാറ്റിന് ആസ്വദിക്കുന്നു. വലിയൊരു സ്പേസ് ഒന്നും ഇല്ല കേട്ടോ, അത് നിസ്സാര ഗ്യാപ്പുള്ളൂ. ഈ കാണുന്ന ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ഇത് കയറിയ മാതിരി ഇറങ്ങാൻ വെച്ചാൽ മതിയായിരുന്നു. അവിടെ നോക്കിയാൽ എന്താ കാറ്റില്ലേ, നല്ല സുഖല്ലേ. പിന്നെന്താ ഇങ്ങനെ പറന്ന് കളിച്ചാണല്ലോ. അപ്പം അടുത്തിന് ഞാൻ സമ്മതിച്ചിട്ടോ, സാധാരണ ഒരു വ്യൂ. ഈ പക്ഷികൾ ഇത്രയും ഹൈറ്റിൽ പറക്കുമ്പോൾ അവരുടെ വ്യൂ എന്തായിരിക്കും അത് നമ്മൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഒന്ന് കൂളിംഗ് ഗ്ലാസ് ഊരി കഴിഞ്ഞാൽ ശരിക്കും കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, നമുക്ക് ഇനി താഴത്തേക്ക് എല്ലാം ഇറങ്ങി നോക്കാം. അതല്ലേ ഗൈസ്, നമ്മൾ താഴത്തുനിന്ന് കയറിയപ്പോൾ തൊട്ട് ഇവര് നമ്മളുടെ കൂടെ ഇവരൊരു ടീമുണ്ട്. ഹായ്, വാട്ട്സ് യുവർ നെയിം? My name is Devender. Oh, you? My name is Neeraj. Neeraj. You? This is Karan. Karan. ഇവർ നമ്മളുടെ കൂടെ നമ്മുടെ എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇവിടെ കയറാനും അതുപോലെ താഴ്ന്ന് കയറാനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണല്ലോ. ഇപ്പോൾ കമ്മിങ് ഫ്രം Delhi. Delhi. From Delhi. Full. Yeah. Oh. We all are from Delhi. Oh, from Delhi. Yes. Oh, ഡൽഹിയിലേക്ക് മാറാട്ടാ. നമ്മൾ കേരള, ഡൽഹി കേരള. ഓക്കെ, ബൈ. Nice to meet you, bro. താങ്ക് യു. സെയിം ടു യു. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിക്കോ. ഞങ്ങൾ താഴത്തേക്ക് എത്തി. ഇവർ നാഗ്പൂരിലേക്ക് മാറാം. വാട്ട്സ് യുവർ നെയിം? ലലിത്. യു? Rushikesh Marotkar. ഓ, ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഗൈസ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളം ബിസ്ക്കറ്റ് എന്തെങ്കിലും വേണം. ഇവര് നാട്ടുകാരായിട്ട് ഇവർ ഇപ്പോഴാണ് കയറണേ. യു ഫസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം നാസിക് മേ യു ഫസ്റ്റ് ടൈം എന്നാ? ഓക്കെ, നമുക്ക് എന്താ ഒരു കുപ്പി വെള്ളം എടുത്തോ. ഈ വ്യൂ നമുക്ക് കയറിയപ്പോൾ കാണാൻ പറ്റിയില്ലെന്നല്ലോ. അതെ, ബാക്ക് അതാണല്ലേ, ഇങ്ങനെ ഇറങ്ങണമെന്നല്ലേ ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇത് കൊട്ടും കുത്തനെയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുക, ഓരോ സ്റ്റെപ്പുമ്പോൾ ഇരിക്കുക, ഇരുന്ന് ഇങ്ങനെ ഇറങ്ങുക. മൂപ്പര് ഇറങ്ങാണ്ടെങ്കിൽ എന്താ എൻ്റെ അവസ്ഥ? താഴത്തേക്ക് നോക്കി വല്ലാത്ത ആടി. ഈ ഇടുക്കാൻ പാറയിൽ കൂടെയാണ് ഈ ഇറങ്ങിക്കൊണ്ട് നിൽക്കണേ. വെരി ഡേഞ്ചർ. ഞാൻ ഇങ്ങനെയാണ് ഇറങ്ങുന്നത്. മൂപ്പര് ഷൂട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പോവാം. അപ്പോൾ ഇറങ്ങാം. നമുക്ക് ഇറങ്ങാം. പോട്ടെ ഉണ്ടോ? 2 പൊടുത്തന്നെ കൊണ്ട് കഴിച്ചായി. ഞാൻ ഇറങ്ങട്ടെ. ഞാനിങ്ങനെ ഒരു കയ്യിൽ ക്യാമറയാണ്. ഇനി ക്യാമറ കുറച്ച് ആ ലാൻഡിലെത്തുന്നത് വരെ ഉപയോഗിക്കില്ല. ഇതിനുള്ളിൽ കൂടെ നമ്മൾ വന്നു പോയി. റിട്ടേൺ. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. ഓ, അങ്ങനെ മെയിൻ കവാടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുവാണ്. ഇതിൽ ആളുകൾ കയറിയിട്ടുണ്ടോ? നല്ല ആളുകൾ കയറി വരുന്നുണ്ട്. അവർ പോട്ടല്ലേ ഗൈസ്, ഞങ്ങളപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ബൈ, കം. Let's go. എവിടെ എത്തണം? നമ്മൾ അങ്ങ് അകലെയുള്ളൊരു ഗ്രാമത്തിലേക്ക് എത്തണം. ഇവിടെ ഒന്നും എത്തിയാൽ പോരാ. ഓ ഗൈസ്, ഞങ്ങളത് ഇറങ്ങുവാണ്. ഇറങ്ങാനിങ്ങനെ ബാക്കിക്ക് ആണ് കേട്ടോ സുഖം. കാരണം ഫ്രണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും ബാക്കിക്ക് ഇറങ്ങുന്നത്, നമ്മളും ബാക്കിക്ക് ഇറങ്ങും. ഇപ്പോൾ സേഫ് അല്ലേ? അതെ. ശ്രദ്ധിച്ചിറങ്ങണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ താഴത്തേക്ക് നോക്കണ്ട. താഴത്തേക്ക് നോക്കിയാലാണ് പേടിയാവുന്നത്. താഴത്തേക്ക് നോക്കാതെ വേണം ഇറങ്ങാൻ. ഓരോ കാല് വളരെ സൂക്ഷിച്ച് വെക്കണം. ഇല്ലാന്നാണെങ്കിൽ അങ്ങോട്ട് പോകും. പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ
ഒരു പോണതന്നെ ഉണ്ടോ, ഇവിടെ ഇരുന്ന് നോക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പേടിയാണ്. എൻ്റെ മക്കളെ എന്നത് താഴ്ത്തിക്കട്ട് ഇറങ്ങട്ടെ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്തിയിട്ട് കാര്യമില്ല. നമ്മളുടെ വണ്ടി കിടക്കുന്നത് ആണ്ട് കാണുന്ന ആ ഗ്രാമത്തിലാണ്. അവിടെ ഒരു ഗ്രാമം കണ്ടല്ലോ, ഈ ഗ്രാമത്തിൽ നമ്മുടെ വണ്ടി കിടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇതുവരെ റിസ്ക് പിടിച്ച് കയറിയിട്ടാണ്, ഇങ്ങനെ കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സാധാരണ അതിലേക്കാണല്ലോ വരിക. എന്നാലും കുഴപ്പമില്ല, ഇനി നമുക്ക് അവിടെ പോകണം. മിക്കവാറും ആ ഗ്രാമത്തിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. സമയം അതിന് മാത്രമായി. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറി കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി. ഇനി നമുക്ക് ഈ ഒരു കൈവരിയൊക്കെ പിടിച്ച് അങ്ങനെ പോകാനുള്ളത്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഫ്രണ്ട്സുകൾ വർദ്ധിക്കുവാണ്. വാട്ട്സ് യുവർ നെയിം ബൈ? पवन अवस्थी, ഫ്രം अयोध्या, उत्तर प्रदेश। ഞങ്ങളെ ഇറങ്ങി പോകുന്നത് അതിലല്ല, നമ്മൾ അതിൽ കയറി പോയത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെയാണ് ഇറങ്ങി പോകുന്നത്. വളരെ വിശാലമായിട്ട് വലിയൊരു വഴി തന്നെയുണ്ട് ഇവിടെ. എന്തൊക്കെയോ നമുക്ക് നേരത്തെ വഴി അറിയാത്തതുകൊണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ല. അപ്പം എന്തായാലും വണ്ടീൻ്റെ അടുത്ത് പോയേക്കാം. വണ്ടിയാണെങ്കിൽ അവിടെ ഗ്രാമത്തിലാണ്. ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകണേ. ഇങ്ങോട്ട് പോകണം. കുറച്ച് വേണം കണ്ടിച്ച് നമ്മളാ നേരത്തെ അതിലേ കയറിയത്. ഭഗവാനെ എന്താ അവിടെ നിന്നാണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വീഡിയോ എടുത്തത്, ഈ മലേനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലും വഴി ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിൽ സിമ്പിളാണ്. അത്ര റിസ്ക് പിടിച്ച് ഞങ്ങൾ അതിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ തന്നെ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുറേയൊക്കെ പോയത്. ഇവിടെ നോക്കുമ്പോഴാണ് ആ ഒരു എന്താ ഫോർട്ടിൻ്റെ യഥാർത്ഥ ഒരു ഷേപ്പ് നമുക്ക് കാണണം അല്ലേ. ആ കവാടൊക്കെ ഇവിടുന്ന് കാണണ്ടേ. എന്താണ് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കണേ. മഴക്കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പർവ്വതത്തിൽ നിന്ന് വരുന്ന ഈ ചെറിയൊരു ചോലയാണത്. ഈ ചോലയിൽ ധാരാളം വെള്ളം നിൽക്കുമായിരിക്കും അല്ലേ. ഇത് കല്ലുകൾ ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഗ്രില്ലും കാര്യമൊക്കെ ഇട്ട് വൺ സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓ ഈ വഴിയാട്ടോ സൂപ്പർ. നമ്മൾ അതില്ല അങ്ങോട്ട് പോയി. വാ ആ ഇവിടെ ഉണ്ടാണ 2-3 സ്ഥലത്താണ് കെട്ടിക്കേണ്ടവർ. അവിടെ നിന്നും നമ്മൾ ഇവിടെ എത്തി ഗ്രാമത്തിലോട്ട് കയറുവാണ്. നമ്മളുടെ വണ്ടി എന്തായി എന്തൊക്കെയാണ് ഒന്നൊരു ഐഡിയ അല്ല. ദാഹമുണ്ട്, വിശപ്പുണ്ട്. ഞങ്ങൾ ഏകദേശം 11:30 കയറിയിട്ട് ഇപ്പോൾ 4:10 12:30 1 2:30 3:30 4:45 മണിക്കൂറൊക്കെ ആയിട്ടോ നമ്മൾ കയറി റിട്ടേൺ എത്താൻ വേണ്ടിയിട്ട്. അവിടെ കുറേ നേരം സമയം ചിലവാക്കി നമ്മൾ. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, ഇത് സിമെൻ്റാണ്. നല്ല ചൂരൽ പടി പോലൊക്കെ എന്തൊക്കെ വെച്ചാണ്ടൊക്കെ അല്ലേ. തണുപ്പ് നിലനിർത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഗ്രാമം. നമ്മൾ ഇന്നലെ ഈ ഗ്രാമത്തിലാണ് ഈ മുള ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലേ. പോയിനൊന്ന് കുറിച്ചല്ലേ തണലത്ത് പോവുക, വെയിലോണ്ട് വൈകി നോക്കുക. കുക്ക് നടക്കണം മോഹൻലാലിനെ പോലെ. അങ്ങനെ നമ്മൾ റിട്ടേൺ വന്നു. നമ്മളുടെ വണ്ടി അവിടെ സേഫായിട്ടിരിക്കുന്നുണ്ട്. പിള്ളേരെ കണ്ട അത് പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ ഇതിലെ വരുവാണെങ്കിൽ ഈ സൈഡിലേക്ക് വരണമെങ്കിൽ ഇഷ്ടംപോലെ കുട്ടികളുള്ളൊരു ചെറിയൊരു ഗ്രാമമാണത്. കുട്ടികൾക്ക് എന്തെങ്കിലും മുട്ടായിയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ ഡ്രസ്സ് വരും. ഫോർട്ട് ഇറങ്ങി വന്നിട്ട് വണ്ടി ഇവിടെ എടുത്ത് പോയില്ല. ഈ ഗ്രാമത്തിൽ തന്നെയാണുള്ളത്. കാരണം ഗ്രാമത്തിലെ ആളുകൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വെള്ളം തരുന്നു, ഞങ്ങൾക്ക് കയ്യും കാലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി തരുന്നു. ഇതൊക്കെ ചെയ്യുന്നതൊന്ന് ഈ അമ്മ, പിന്നെ ഒന്ന് അവിടെ ഇരിക്കേണ്ട ഒരു അമ്മ, അവരാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇതൊരു അങ്കണവാടിയാണ് തോന്നുന്നു. ഇവിടുത്തെ ഒരു ശുചിത്വമൊക്കെ കീപ്പ് ചെയ്ത് നല്ല ബോർഡും കാര്യമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അങ്കണവാടിയാണ് തോന്നുന്നത്. ഇവിടെ നിന്നാണ് നമ്മളുടെ ഇന്നത്തെ വെള്ളം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഈ വെള്ളം നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് എടുത്ത വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം ചേഞ്ച് ആക്കണം. ഈ ടാങ്കിൽ നല്ല വെള്ളമാണെന്ന് പറഞ്ഞത്, അവർ കുടിക്കുന്ന വെള്ളമാണെന്ന്. ഇതൊക്കെ വെച്ചാൽ ഇതൊക്കെ നനഞ്ഞോളും. നല്ല വഴുതനങ്ങ കൃഷി ചെയ്തതാണ്. ഇതൊരു പ്രൈമറി സ്കൂളാണ്. ഗൂഗിൾ മാപ്പിൽ ഇത് കാണിക്കുന്ന പ്രൈമറി സ്കൂളാണ്. ഇത് സ്ഥലം എന്ന് പറയുന്നത് നെർഗുഡ്പാട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നെർഗുഡ്പാട എന്ന് പറയുന്ന ഗ്രാമമാണത്. ചെറിയൊരു ഗ്രാമമാണ്, അധികം വീടുകളൊന്നുമില്ല. ഇവിടെ കാണുന്ന കുറച്ച് വീടുകളും പിന്നെ ഇപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പോയപ്പോൾ അവിടെ കണ്ടിരുന്ന വീടുകളും മാത്രമേ ഉള്ളൂ. എന്ത് നോക്കണേ ടാങ്ക് നല്ലതാണോ?
അല്ലേ നല്ലല്ലേ? ഓക്കെ ഓക്കെ. मला आवडा दिला असता ജല दे पिल्यात ആ हे पाय दुखता माझे त्याच्यावर सोडायला ആ മരുന്ന് എവിടെ? आवडा फुलाचा डिझेल ഡീസൽ എവിടെ? കുറച്ചെടുത്താ एवढाच द्या കുറച്ച് ഡീസൽ എടുത്താ. ഡീസൽ വാങ്ങുന്നാണ് പറയുന്നത്. नकबूस द्या मला द्या प्यायला नकबूस द्या मला हो हे पाय गेलं माझं കാലുമ കാക്കാനോ? माने तुम्ही भात बनवाल तर तांदूळ न्या ഓക്കെ. नकबूस द्या കുറച്ച് ഡീസൽ വേണം പോലോ. നമ്മൾ ഒരുപാട് സഹായിച്ചു അല്ലേ? പേര് ചോദിച്ചപ്പോൾ എന്തോ ഒരു പേരിനോട് പറഞ്ഞു, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടണില്ല. അതേപോലെ ഈ വീട്ടിലത്തെ അമ്മയും തന്നെ നമ്മളെല്ലാം ഹെൽപ്പാക്കി നമുക്ക് വെള്ളം തന്നു അല്ലേ? തണുത്ത വെള്ളമൊക്കെ. ആ ഫുള്ള് കൊടുത്തളാ ഒരു ക്ലാസ് ഫുള്ള്. बस 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 तुम्हाला गाडीला राहू दे बस 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 गाडीला राहू दे नको ഏതൊക്കെ പരിപാടി. പിന്നെ മാസം പറഞ്ഞ പിന്നെ ഒറ്റ ചിന്തല. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ ഫുള്ള് വെച്ചാൽ തയ്യാറാണ്. എന്തേ ആ പക്ഷേങ്കിൽ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. भात पण नाही जा ആ ആ ഒരു കവർ എന്തെങ്കിലും കൊടുത്താ ഏയ് കാടുത്താ. ഞങ്ങൾക്ക് ഈ അരി തരുവാണ് അമ്മച്ചി. അങ്ങോട്ട് അമ്മക്ക് ഞങ്ങൾ അങ്ങോട്ട് ഡീസൽ കൊടുത്തപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾക്ക് അരി തരുവാണ്. भात बनवून खायचा ഓ ഇതവിടെ ചേറി ഉണ്ടാക്കിയ അരിയാണ്. മക്കളെ ഇവരെയൊക്കെ സ്നേഹം എന്താ. ആ आपके आएगा ശരി മാ जा ഓക്കെ. പോകണം എറണാകുളക്കോ ലേക്ക് ആയേക്കാ. ശരി എന്നാ പോട്ടോ. राजा का मुकामी पोईडे रा നാളെ ഞങ്ങൾക്കാണ്ട് പോണം. നാസിക് ഞങ്ങളോട് ഒരു ഇവിടെ നിൽക്കാനാണ് പറയുന്നത്. വീഡിയോ ആണല്ലേ? ഞങ്ങളോട് ഒരു നിൽക്കാനാണ് പറയുന്നത് ഇവിടെ. പക്ഷേങ്കിൽ നമ്മൾ നിൽക്കുന്നില്ല, നമ്മൾ പോവുകയാണ്. കാരണം നമ്മൾ നാസിക്ക് പോവാന്ന് പറയുന്നത്. നമസ്കാരം. ഇനി എന്തെങ്കിലുമൊക്കെ ഇതുവഴി വരുവാണെങ്കിൽ തീർച്ചയായും ഒരു ഗ്രാമത്തിലേക്ക് വരും. ഒരുപാട് മിഠായികളും ഒരുപാട് പലചരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഗംഭീര വരവ്. നല്ലൊരു ഗംഭീര വരവ് ഇങ്ങോട്ട് വരണം. അതെ എന്താ ഇന്നത്തെ ദിവസം നമുക്കിവിടെ ധൈര്യമായിട്ട് നിൽക്കാനുണ്ടോ? നമ്മോട് നിൽക്കാനാണ് പറയണത്. നിങ്ങൾ വേണമെങ്കിൽ നിന്നോ, പ്രശ്നമല്ല. നമ്മൾക്ക് ഇവരെന്താ വെച്ചാൽ മറാഠി